ഒരു സിനിമ കണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. ഈവനിങ് ടൈമായി, എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പണ്ടെപ്പോഴോ കണ്ടൊരു വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, കിച്ചണിൽ കയറി അതുണ്ടാക്കാം, ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷേ സംഗതി സക്സസ് ആയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വൈഫിനും മോൾക്കും ഇഷ്ടമായി. അൺഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ചീസ് ഐറ്റം അത് മാത്രമേ ഇതിൽ ആഡായിട്ട് വരുന്നുള്ളൂ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചീസാണെങ്കിൽ സൂപ്പറായി. ഞാൻ 100% അതേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. സംഗതി ഒന്നുമില്ല, കുറച്ച് ഉള്ളി, തക്കാളി, 4 കോഴിമുട്ട, ബ്രൊക്കോളി അഡീഷണലായിട്ട് ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് 2 ചപ്പാത്തിയും കൂടി വേണം കേട്ടോ. എന്നിട്ട് പാൻ ചൂടായതിന് ശേഷം ചപ്പാത്തി ഇട്ട് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്തു. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ കോളേജ് ഡേയ്സ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പിസ്സ കഴിക്കുന്നത് കോളേജ് പഠിക്കുന്ന സമയത്താണ്. അതും ഷോബയിൽ പോയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പിസ്സയുടെയൊക്കെ ഓർമ്മ വന്നു. പിന്നെ ദുബായിൽ വന്നതിന് ശേഷം എന്ത് പാർട്ടിക്ക് പോയാലും എവിടെ പോയാലും പിസ്സയാണല്ലോ മെയിനായിട്ട്. ഒന്നില്ലെങ്കിൽ KFC ഉണ്ടാവും, അല്ലെങ്കിൽ പിസ്സ ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ഒരു പിസ്സ പോലത്തെ ഒരു ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ പേര് എക്സാക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയുമോ. പിന്നെ അതേപോലെ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ. ഇത് പുറം ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ പോലെ ആയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊന്ന് വേവാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം വെച്ചു. പക്ഷേ കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ചീസൊക്കെ മെൽട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ മാത്രമല്ല കഴിക്കാനും അതിഗംഭീരമായിരുന്നു. കുട്ടികൾക്കും കൊടുക്കാം. ഓവർ ചീസ് ആഡ് ചെയ്യരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.